സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീലിൻ്റെ കീഴിൽ ഇന്ത്യ കളിച്ച ആദ്യത്തെ ടൂർണമെൻറ്റ് കാഫ നേഷൻസ് കപ്പ്, അതിൽ തേർഡ് പ്ലേസ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്. 3 മാച്ച് കളിച്ചതിൽ 3 റിസൾട്ടും ഉണ്ട്. 1 വിജയം, 1 തോൽവി, 1 സമനില. ആദ്യത്തെ മത്സരത്തിൽ തജിക്കിസ്ഥാനെതിരെ 2-1 വിജയിച്ചാണ് ആ ഒരു ടൂർണമെൻറ്റ് ഇന്ത്യ തുടങ്ങുന്നത്. അതിനുശേഷം തൊട്ടടുത്ത 2ാമത്തെ മാച്ചിൽ ഇറാനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന അഫ്ഗാനിസ്ഥാനെതിരായ മാച്ചിൽ ഒരു ഗോൾ രഹിത സമനിലയായിരുന്നു. എന്തായാലും തജിക്കിസ്ഥാനായിട്ടുള്ള ഒരു ഹെഡ് ടു ഹെഡിൽ മുന്നിൽ നിൽക്കാൻ പറ്റിയത്, ആ ഒരു മാച്ചിൽ തജിക്കിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റിയത് 2ാം സ്ഥാനത്തിലേക്ക് എത്താൻ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച നടക്കുന്ന മാച്ചിൽ ഒമാനെതിരെ ആ ഒരു 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇന്ത്യ കളിക്കുന്നത്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആ ഒരു തജിക്കിസ്ഥാനെതിരായ വിജയം വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ പെർഫോമൻസ് മാറി മറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് മാറി മറിയുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല തുടക്കം ഖാലിദ് ജമീൽ, നമുക്കറിയാം വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കിട്ടിയിട്ടുള്ളൂ. ആ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് കളിച്ചിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ്. അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയെന്ന് പറയുമ്പോൾ ആ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഖാലിദ് ജമീലിന് കിട്ടിയതെന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. നമുക്കറിയാം, ഇപ്പോൾ ആ ഒരു മാച്ച് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു ഗെയിം സ്റ്റൈല്, ആ ഒരു മാച്ചിലുള്ള അപ്രോച്ച്, അത് വളരെ വിസിബിളാണ്. പ്രത്യേകിച്ചും തജിക്കിസ്ഥാനെതിരായ മാച്ചിൽ വെറും 30% മാത്രം ബോൾ പോഷൻ വെച്ചിട്ടാണ് ആ മാച്ച് ഇന്ത്യ ജയിച്ചത്. നമ്മൾ ഖാലിദ് ജമീലിനെ പറ്റി സംസാരിച്ച വീഡിയോയിൽ എന്തുകൊണ്ട് മോഹൻ ബഗാനെതിരെ 27% മാത്രം ബോൾ പോഷൻ വെച്ച് ജയിച്ച മാച്ച് എടുത്തു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഖാലിദ് ജമീൽ പൊതുവെ ഒരു ഫോളോ ചെയ്യുന്ന, അപ്പോൾ വൻ ടീമുകൾക്കെതിരെ അല്ലെങ്കിൽ വമ്പൻ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെങ്ത് വെച്ച് ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫൻസീവ് സ്റ്റൈലിലേക്കും പന്ത് ഓപ്പണൻറ്റിനെ പോഷൻ വെക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന മാക്സിമം പ്ലേയേഴ്സിനെ ഡിഫൻസിലേക്ക് ഇറക്കി നിർത്തി ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്കിലൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന 1-2 ചാൻസിൽ സ്കോർ ചെയ്ത് അങ്ങനെ നേടുന്ന വിജയങ്ങൾ നമ്മൾ ISLലും കണ്ടിട്ടുള്ളതാണ്. സോ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഡിഫൻസീവ്ലി ടീമിൻ്റെ ആ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് തജിക്കിസ്ഥാനെതിരെ ആ മാച്ചിൽ 2-1 നമ്മൾ ജയിച്ചു. 2ാമത്തെ മാച്ച് ഇറാനെതിരെ ആദ്യത്തെ ഹാഫിൽ നമ്മൾ നന്നായിട്ട് പിടിച്ചതാണ്. 2ാമത്തെ ഹാഫിൽ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ രീതിയിൽ 3 ഗോളിൻ്റെ മാർജിനിൽ ഇന്ത്യ തോക്കുന്നത്. 3ാമത്തെ മാച്ചിൽ ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിച്ചത്. ഓപ്പണൻറ്റിന് മാക്സിമം ബോൾ പോഷൻ കിട്ടുമ്പോൾ അവരായിരിക്കും ബാക്കിൽ നിന്ന് പാസ് ചെയ്ത് ടൈം എടുത്ത് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫൻസീവ് സ്റ്റൈലിൽ കളിക്കുന്ന ടീമിന് കൃത്യമായ രീതിയിൽ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈം, മാക്സിമം പ്ലേയേഴ്സിനെ ആ ഒരു ഇറക്കി കൊണ്ടുവന്ന് സോണൽ മാർക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മാൻ മാർക്കിംഗ് ആയിട്ടോ കൃത്യമായ രീതിയിൽ ഗോൾ പോസ്റ്റ് സംരക്ഷിക്കാനുള്ള, ഒരു ഗോൾ സംരക്ഷിക്കാനുള്ള ഒരു ടൈമും അല്ലെങ്കിൽ ആ ഒരു ഒത്തിണക്കമൊക്കെ കിട്ടും. അവിടെ നമ്മളൊരു ഹൈ ലൈനിലേക്ക് പോയി നമ്മളൊരു കുറച്ചുകൂടി മുന്നോട്ട് കയറി നിന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പണൻറ്റിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്മുടെ ഗ്യാപ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീക്ക്നെസ്സുകൾ തുറന്നെടുക്കാൻ. സോ നമുക്കിവിടെ വീക്ക്നെസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അത് ഹൈഡ് ചെയ്യുകയാണ് ശരിക്കും ഡിഫൻസീവ് സ്റ്റൈലിൽ ചെയ്യുന്നത്. ഓപ്പണൻറ്റ് ബിൽഡപ്പ് ചെയ്ത് മാക്സിമം അവരുടെ ഫോർമേഷൻ സ്ട്രെച്ച് ആവുന്നത് പല സമയത്തും കാണാൻ സാധിക്കും. അവരുടെ സെൻറ്റർ ബാക്സ് 2 പേരും 2 പോസ്റ്റിലായിരിക്കും. ഫുൾ ബാക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരുടെ വിങ്ങേഴ്സ് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി വൈഡിൽ ഓവർലാപ്ഡ് ആയിരിക്കും. സ്ട്രൈക്കേഴ്സ് നമ്മുടെ ഡിഫൻസീവ് ലൈൻ്റെ ഒപ്പമായിരിക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും ഒരു അഡ്വാൻസ്ഡ് പോസ്റ്റിലായിരിക്കും. ആ സിറ്റുവേഷൻസിൽ വെച്ച് പന്ത് ഇന്ത്യക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡിഫൻസീവ് സ്റ്റൈൽ കളിക്കുന്ന ടീമിനെ റിക്കവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പണൻറ്റിൻ്റെ ഫുൾ ഏരിയ, ആ ഒരു വൈഡ് ആണെങ്കിലും സെൻറ്റർ ആണെങ്കിലും ഒരുപാട് ഏരിയാസിൽ ഈ പറഞ്ഞ ഗ്യാപ്സ്, പ്ലേയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ അധികമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ 1-2 പ്ലേയേഴ്സിനെ പോഷൻ ചെയ്താൽ തന്നെ ഒരു ഉഗ്രൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക്, അവിടെ വളരെ മിനിമം പാസുകൾ കളിച്ച് 1-2 പാസുകൾ കളിച്ച് ലോങ് ബോളും ഹൈ ബോളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്ത് നല്ലൊരു ആക്യുറസി ആ ഒരു പാസിനും ഹൈ ബോളിനൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഓപ്പണൻറ്റ് ഹാഫിലേക്ക് എത്താൻ പറ്റും. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അല്ലെങ്കിൽ ആ ഒരു പ്ലേയേഴ്സിൻ്റെ പോസിനിങ്ങിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ ഡിഫൻസീവിൽ കളിക്കുന്ന ടീമിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന 1-2 ചാൻസ് ആയിരിക്കും ആ ഒരു മാച്ചിൽ ഉടനീളം ഉണ്ടാകുന്നത്. ആ കിട്ടുന്ന ചാൻസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആ സ്കോർ കാർഡ് കാണുമ്പോൾ 1-0, 2-1 ആ രീതിയിലുള്ളൊരു വിജയമായിരിക്കും ഇന്ത്യക്ക് ലഭിക്കുന്നത്. പക്ഷേ 1 ഗോളാണെങ്കിലും 2 ഗോളാണെങ്കിലും ആ 3 പോയിന്റ് അല്ലെങ്കിൽ വിലപ്പെട്ട ആ ഒരു വിജയമാണ് അവിടെ ഒരു ടീമിന് കിട്ടുന്നത്. അതുതന്നെയാണ് ആ തജിക്കിസ്ഥാനെതിരായ മാച്ചിന് ശേഷം ഖാലിദ് ജമീൽ പറഞ്ഞിട്ടുള്ളത്. പന്ത് വേണമെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ, വിജയം നമ്മൾ എടുക്കും എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു ഗെയിംസിൽ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിലേക്ക് പോകുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഒരു നോ നോൺസെൻസ് ഡിഫെൻഡിങ്, അല്ലെങ്കിൽ ഒരു തരത്തിലും ഓപ്പണൻറ്റിന് ഒരു ചാൻസ് കൊടുക്കാത്ത കെട്ടുറപ്പുള്ള ഒരു ഡിഫൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ബേസ്. പ്രതിരോധം അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ആ ഒരു കളി തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു ഗോൾ വരാതിരിക്കുക. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗെയിംസിൽ ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങോട്ടേക്ക് ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ
നമ്മുടെ കംപ്ലീറ്റ് പ്ലാനും ഒരുപക്ഷെ ഡിസ്ട്രോയ് ആവും. കാരണം ഫസ്റ്റ് ഗോൾ അടിക്കുക എന്നുള്ളത് എപ്പോഴും ഓപ്പണൻറ്റിൻ്റെ അവരുടെ ഒരു ആവശ്യമായിരിക്കണം. സോ അവർ മുന്നോട്ട് കയറി വന്ന് അവർ റിസ്ക് എടുത്ത് അവർ പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ മാറ്റി പരീക്ഷിച്ച് അങ്ങനെ ആ വിള്ളലുണ്ടാക്കി ആ ഒരു റിസ്ക് എടുക്കേണ്ടത് ഓപ്പണൻ ടീം ആകുമ്പോൾ അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ഗോൾ അവർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കാമാവും, പിന്നെ അവർ സ്ലോ ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ പറഞ്ഞ ഡിഫൻസ് കുറച്ചുകൂടി ഒരുപാട് പ്ലേയേഴ്സ് മുന്നോട്ട് കയറി പോകണമെന്നില്ല, ആ ഗ്യാപ്സ് അങ്ങനെ കിട്ടണമെന്നില്ല, കുറച്ചുകൂടി അവർ കെയർഫുൾ ആയിരിക്കും പിന്നീട്. സോ ഇറാനെതിരെ നമുക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് തുടങ്ങി, പക്ഷേ ഒരു സിറ്റുവേഷനിൽ ഒരു എററിലൂടെ ഒരു ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം പിന്നെ ഇറാന് വലിയ രീതിയിലൊരു പ്രഷറില്ല, പിന്നെ അവർക്ക് ഗോൾ അടിക്കണം, ഈ ഡിഫൻസ് പൊട്ടിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള മാച്ചുകളിൽ അവർക്ക് ഈസിയായിട്ട് കളിക്കാനും അവസാന നിമിഷം നമ്മൾ മുന്നോട്ട് കയറിപ്പോയപ്പോൾ ആ ഗ്യാപ്പിലൂടെ 2-3 ഗോളുകൾ അവർക്ക് അടിക്കാനും സാധിച്ചു. പക്ഷേ തജിക്കിസ്ഥാനെതിരെ അവർ നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടും നമ്മുടെ ഗോൾ കീപ്പർ ആണെങ്കിലും നമ്മുടെ ഡിഫൻസ് ജിങ്കനും അതുപോലെ തന്നെ അൻവർ അലിയും ഫുൾ ബാക്സ് ഒക്കെ നല്ല രീതിയിലാണ് ആ ഒരു മാച്ചിൽ ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിരുന്നില്ല. കിട്ടിയ 2 അവസരം ഓപ്പൺ പ്ലേ പോലും ആയിരുന്നില്ല, 2 ലോങ് ത്രോയിൽ നിന്ന് കിട്ടിയ അവസരത്തിൽ നമ്മൾ സ്കോറും ചെയ്തു. അതിനുശേഷം അവർക്ക് പ്രഷറായി, അവർ മുന്നോട്ട് കയറി വന്നു. പിന്നെ അവരുടെ ആവശ്യമായി ആ ഒരു എൻ്റയർ മാച്ചിൽ ഗോൾ അടിക്കുക എന്നുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് ഗ്യാപ്സ് അങ്ങോട്ട് കിട്ടി തുടങ്ങി. സോ ഇവിടെ ഫസ്റ്റ് ഗോൾ അല്ലെങ്കിൽ കെട്ടുറപ്പുള്ളൊരു ഡിഫൻസ് ഉണ്ടാക്കുക, ഒരു തരത്തിലും ഗോൾ കൺസിഡർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഒരു ഗോൾ കൺസിഡർ ചെയ്താൽ പോലും ഇവിടെ കളി വലിയ രീതിയിൽ അവർ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു ഡിഫൻസീവ് ഓർഗനൈസേഷൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ ഈ 3 മാച്ചിൽ 3ാമത്തെ മാച്ചിൽ ക്ലീൻ ഷീറ്റും കിട്ടി, ആ രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, പന്ത് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫൻസീവ് ഗെയിം കളിക്കുമ്പോൾ വലിയ രീതിയിലുള്ള കോർഡിനേഷനോ ഒരുപാട് ക്രിയേറ്റിവിറ്റിയോ പാസിങ്ങോ അറ്റാക്കിംഗ് ഓപ്ഷൻസോ ഒന്നും ആവശ്യമില്ല. കിട്ടുന്ന 1-2 ചാൻസ് അതിപ്പോൾ ഒരു സെറ്റ് പീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ കൗണ്ടർ ആയിരിക്കാം, അത് അപ്പുറത്തേക്ക് എത്തിക്കാൻ ഫിനിഷ് ചെയ്ത് ഈ ഒരു പരിപാടിയാണ് മെയിനായിട്ട് കാണാറുള്ളത്. പക്ഷേ ഇവിടെ പന്ത് കിട്ടിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. കോർഡിനേഷൻ ആവശ്യമാണ്, പ്ലേയേഴ്സിന് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, അവിടെ ഒരു പ്രോപ്പർ പ്ലാൻ ആവശ്യമാണ്. വിങ് വഴി പോകണോ അല്ലെങ്കിൽ ഏത് പ്ലെയർ റൺ ചെയ്യണം, ആ ഒരു കോർഡിനേഷനും ആ ഒരു ഓർഗനൈസേഷനും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രം ഈ പന്ത് റിക്കവർ ചെയ്യുന്ന പന്ത് അപ്പുറത്തെ ഹാഫിലേക്ക് വരെ എത്തുക. ഇതാണ് ശരിക്കും നമ്മൾ ഈ അണ്ടർ 23 ടീമിൻ്റെ മാച്ച് റീസെൻ്റ് ആയിട്ട് കണ്ടപ്പോൾ അതിനുശേഷം ഈ മാച്ച് കാണുമ്പോൾ വരുന്നൊരു വലിയ ഡിഫറൻസ്. കാരണം ഈ പ്ലേയേഴ്സ് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള പല പല ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അവർക്കൊരു ഇന്ത്യൻ ക്യാമ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മാച്ചിന് മുമ്പ് ഒരു ടൂർണമെൻറ്റിന് മുമ്പ് ഒരു ക്യാമ്പ് കിട്ടുന്നത് വളരെ ചെറിയ കാലയളവിലേക്കാണ്. ഇപ്പോൾ ഈ മാച്ചിനാണെങ്കിലും ഖാലിദ് ജമീലിന് ഈ പ്ലേയേഴ്സിനൊക്കെ കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് സമയത്തേക്കാണ്. ആ സമയം കൊണ്ട് ഇവർക്കൊരു ഒത്തിണക്കം ഉണ്ടാവുക, ഇവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുക, അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഒട്ടുമിക്ക നാഷണൽ ടീമിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഏതാണ്ട് ഈ രീതിയിൽ തന്നെയാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് നാഷണൽ ടീമിന് വേണ്ടി മാച്ചസ് കിട്ടുക, കൂടുതലും ക്ലബ് ലെവൽ മാച്ചസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ആ പ്രശ്നം നല്ല രീതിയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ആ പന്ത് കീപ്പ് ചെയ്യാനോ അത് വീണ്ടും ഒരു അറ്റാക്കിലേക്ക് കൊണ്ടുപോകാനോ അതൊന്നും സാധിക്കുന്നില്ല. അവിടെ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി കൂടി നമുക്ക് ഈ ടൂർണമെൻറ്റിൽ പ്രത്യേകിച്ചും ചില ടീമുകൾ പ്ലേയേഴ്സിനെ റിലീസ് പോലും ചെയ്തിട്ടില്ല. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് റോൾ കളിക്കുന്ന ഒരു പൊസിഷനിൽ 3 മാച്ചിലായിട്ട് ആദ്യത്തെ മാച്ചിൽ ചാങ്തയാണ് കളിച്ചത്. ഒരു വിങ്ങറായിട്ട് കളിച്ച് വരുന്ന ഒരു പ്ലെയറാണ് ചാങ്തെ. രണ്ടാമത്തെ മാച്ചിൽ നമ്മൾ ദാനിഷ് ഫാറൂഖിനെ ആ പോസ്റ്റിൽ കണ്ടു. 3ാമത്തെ മാച്ചിൽ മഹേഷിനെ കണ്ടു. ഇവരാരും ഒരു പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ഒരു പോസിഷൻ കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ആ ഗെയിംസിലുള്ള പ്ലേയേഴ്സ് അല്ല. സോ അത് ഒരു വലിയ രീതിയിൽ ഈ പറഞ്ഞ മാച്ചുകളിൽ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു ക്രിയേറ്റീവ് റോൾ ഇപ്പോൾ ജംഷഡ്പൂർ FC-യിൽ ഖാലിദ് ജമീലിനെ പരിശീലിപ്പിക്കുമ്പോൾ ഹാവി ഹെർണാണ്ടസും ജോർദാൻ മൊറയും സിവറിയും ഒക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ആ 3 പേര് ചേർന്ന് തന്നെ ഒരു അറ്റാക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഗോൾ സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ത്രട്ടാക്കുന്ന ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിന് സാധിക്കുന്നില്ല. അവിടെ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു കോർഡിനേഷനോ പിന്നെ പ്ലേയേഴ്സിൻ്റെ പാസ് കളിച്ച് അപ്പുറത്തേക്ക് എത്തുന്ന പരിപാടി തന്നെ വളരെ റയറാണ്. ഇനി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കൺവേർഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു മാച്ചിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് ചാൻസസ് ആയിരിക്കും കിട്ടുന്നത്. അതും ക്ലിയർ കട്ട് ചാൻസസ് ആയിരിക്കും. ഡിഫൻസ് പറഞ്ഞ പോലെ തന്നെ അറ്റാക്കിലും ഒരു നോൺസെൻസ് അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഒരു കൺവേർഷൻ അവിടെ ആവശ്യമാണ്. സോ കൺവേർഷനാണ് അവിടെ 3ാമത്തെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫൈനൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാച്ചിലും ഇർഫാനൊക്കെ ഒരുപാട് ചാൻസസ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്തെ ഹാഫിൽ ആഷിഖ് കുരണിനും ഒരുപാട് അതേം ഒരു ടീം ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ളത് മറന്നുപോയിട്ട് പലപ്പോഴും പന്ത് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് മൂമെൻറ്റ്സ് കഴിഞ്ഞ മാച്ചിൽ കാണാൻ സാധിച്ചിരുന്നു. സോ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഡിഫൻസ് മാത്രമല്ല. ഡിഫൻസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരിക്കലും ഡിഫെൻഡ് ചെയ്ത് മാത്രം നിൽക്കുന്നതല്ല. ഡിഫെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ടാണ്. ആ അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അത്രയും വലിയ സമയം എടുത്ത് ഡിഫെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല. 3ാമത്തെ മാച്ചിൽ നമുക്ക് അതാണ് സംഭവിച്ചത്. ആ ഒരു സമയത്ത് പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ക്വാളിറ്റി അതെല്ലാം നല്ല രീതിയിൽ വന്നാൽ മാത്രമാണ് ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പണൻറ്റിന് നല്ല രീതിയിൽ പ്രഷറാവും. അവരുടെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല എന്നൊരു ബോഡി ലാംഗ്വേജിലേക്ക് അവരെത്തും. അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കൊരു വമ്പൻ ടീമിനെ, ഒരു സ്ട്രോങ് ആയിട്ട്
ടഫായിട്ടുള്ള ടീമിനെ വരെ തകർക്കാൻ പറ്റും ഈ ഒരു ഡിഫൻസീവ് ഗെയിം വെച്ചിട്ട്. ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു മൈൻഡ് ഗെയിം കൂടി ഒരു ഡിഫൻസീവ് ഗെയിമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്ത് ലാസ്റ്റ് അവരായിട്ട് തന്നെ ക്ഷീണിക്കുന്ന, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൊണ്ടുവരാനും അത് മുതലാക്കിയെടുത്ത് മൈൻഡ് ഗെയിമിലൂടെ വിജയിക്കാനൊക്കെ ഈ ഒരു ഡിഫൻസീവ് ഗെയിം ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അതിനെല്ലാം ഈ പറഞ്ഞ ഡിഫെൻഡ് ചെയ്താൽ മാത്രം പോരാ, അതിന് ശേഷമുള്ള കാര്യങ്ങളും ഭംഗിയാക്കി വൃത്തിയായിട്ട് നടത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. അതാണ് നിലവിൽ ഇന്ത്യക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഇനിയുള്ള മാച്ചുകളിൽ ഇപ്പോൾ കാഫ നേഷൻസ് കഴിഞ്ഞാൽ ഇനി വരുന്ന ടൂർണമെൻറ്റിലാണെങ്കിലും കൂടുതൽ ക്യാമ്പുകൾ, കൂടുതൽ ഒരുമിച്ച് കളിക്കാനുള്ള അവസരം ഇന്ത്യൻ ടീമിനെ പ്ലേസിന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒത്തിണക്കം ഈ ഒരു ടീമിന് വരാനും അത് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ടാക്ടിക്സിലും ഗെയിംസിലും ഹെൽപ്ഫുള്ളാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 3 മാച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ആ മാച്ചുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.